വർഷങ്ങൾക്ക് ശേഷം ഓണം കേരളത്തിൽ ആഘോഷിക്കാൻ കഴിയുന്നു. ഇത് വളരെ സന്തോഷമുണ്ട്. അത് മനസ്സിലായി. എങ്ങനെയുണ്ട് കേരളത്തിലെ പോലീസ് സേന? എന്ത് മാറ്റമാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ സാറിന് തോന്നുന്നത്? നമ്മുടെ മോട്ടോ തന്നെ മൃദുഭാവെ ദൃഢകൃത്യ, അതിൻ്റെ ഓരോ അക്ഷരത്തിലും കൂടെ എല്ലാത്തിലും ഞാൻ നോക്കിയിടത്തോളം അതുപോലെ തന്നെ തുടരുന്നുണ്ട്. പ്രതിപക്ഷം, ലീഡർ ഓഫ് ഓപ്പോസിഷനും ഒക്കെ പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ എപ്പോഴും പറയുന്നത് ഇന്റലിജൻസ് സംവിധാനത്തിന് വീഴ്ച സംഭവിച്ചു. ഇവിടുത്തുള്ള നമ്മുടെ ഓഫീസേഴ്സും നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഇൻ്റലിജൻസ് സെറ്റപ്പിലൂടെ അതിൻ്റെ കാര്യക്ഷമം കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട്. താങ്കൾ കേരളത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. PM and CM, they are all great personalities and they have their own spirit. ഇത്തവണ CM-നൊപ്പമാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റ് സാറിനുണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും. സാർ ഓണസദ്യയൊക്കെ കഴിച്ചോ? ഓണം 4-ാം തീയതി തുടങ്ങിയാൽ തന്നെ എല്ലാ സഹപ്രവർത്തകരും എല്ലാ വിഭാഗങ്ങളിലും കൂടെ ഓണസദ്യ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിലെ ഓണവും കേരളത്തിലെ ഓണവും അത് തമ്മിലുള്ളൊരു വ്യത്യാസം? എൻ്റെ നാട് ആന്ധ്രാപ്രദേശാണ്. അവിടെ ഓണത്തിൻ്റെ ഇല്ല. മലയാളം ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.